ആവശ്യത്തിനുള്ളിൽ കിട്ടിയില്ല. ഫസ്റ്റ് ദിവസം നെഗറ്റീവ് പറഞ്ഞ അത് പറഞ്ഞ അപ്പൊ സിനിമാക്കാർ എന്തുകൊണ്ടാണ് ഇത്രയും പ്രതികരിക്കാത്തതെന്നാണ് അശ്വിൻ ഗോപിനെതിരെ പുള്ളിയുടെ പൈസ കൊടുത്ത് പുള്ളി ടിക്കറ്റ് വാങ്ങി പുള്ളി സിനിമ കാണുന്നത് പുള്ളിക്ക് പറയാൻ പാടില്ല. അതെന്ത് വർത്തമാനമാണ്? പുള്ളിക്ക് പറയാൻ പാടില്ല. പുള്ളി പറഞ്ഞല്ലോ, ഞാൻ ഒരിടത്തുനിന്നും ഒരു ടിക്കറ്റ് ഞാൻ ആരുടെ ഓസിനുമായി കാണുന്ന ആളല്ല, ഞാൻ സൗജന്യമായിട്ട് വന്നില്ല. പുള്ളി അയാളുടെ അങ്ങനെയാണെങ്കിൽ എത്രമാത്രം സിനിമകൾ പുള്ളി കാണുന്നു. അപ്പൊ അതെന്താ നമ്മൾ പറയുന്നത്? വേറൊരു കാര്യമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു, ആ കുട്ടി കരയുന്നു, ആ കുട്ടി അടുത്ത സെക്കൻഡിൽ അവളെ ആത്മഹത്യ ചെയ്യാണ് അല്ലേ? അങ്ങനത്തെ ആത്മഹത്യ ചെയ്യുന്നതിനുള്ള ഒരു വീഡിയോ ആണ്. ഈ സിസ്റ്റം കാണട്ടെ, ഈ ലോകം കാണട്ടെ. ഇതിൽ കൂടുതൽ അലറി വിളിക്കും അല്ലേ? ഇതിൽ കൂടുതൽ അലറി വിളിക്കും. ഒരു മനുഷ്യന്റെ ലാസ്റ്റ് മൂമെന്റിൽ ഇതിലും കൂടുതൽ ഇത്രയും അലറി വിളിക്കും. അപ്പൊ അത് കൃത്യമായിട്ട് എനിക്ക് തോന്നി. ഞാനിത് കണ്ട് ആദ്യം ഒരു കുട്ടിയുടെ പെർഫോമൻസ് കാണിച്ചത് ഡബിങ്ങിന് മുമ്പ് എന്നെ കാണിച്ചിട്ട് ഞാൻ അരുണേ എന്തായി കുട്ടി കാണിച്ചു വെച്ചാൽ നമ്മൾ അന്തം പെട്ട് പോയി. കാരണം ഓക്കെ ഒറ്റ സീൻ കൊണ്ട് വർക്കാകണം, ഇല്ലെങ്കിൽ ചീറ്റി പോകും. UK ഓക്കെ ഇല്ലേ? അപ്പൊ അവിടെ ഇത് പറഞ്ഞത് അതിനെ ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിമർശനങ്ങളൊക്കെ നല്ലതാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയും. എന്നെയൊക്കെ നല്ലപോലെ വിമർശനങ്ങൾ ഒരുപാട് കേൾക്കാറുണ്ട് ഞാൻ, എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അതൊരു വല്ലാതാവരുത്, ഒരു വൈകൃതമാവരുത്, മാനസിക വൈകൃതമാവരുത് വിമർശനം എന്നാണ് എനിക്കത്. നമ്മൾ വല്ലാണ്ട് പറഞ്ഞ് വേദനിപ്പിക്കുന്നത്. എന്ത് സുഖമായിരുന്നു കിട്ടുന്നത്. നിങ്ങളെല്ലാവരും സിനിമ കണ്ടാണോ? ഇരിക്കണം. എത്ര പേരുണ്ട്? ഓൾമോസ്റ്റ് എല്ലാവരും കണ്ട്. നിങ്ങൾക്ക് ആ സീൻ എന്താ തോന്നി? അടുത്ത ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ ചോദിച്ചത് അത് തിരിച്ചു ചോദിക്കാം. നിങ്ങൾ ഇത്രയും പേര് സിനിമ കണ്ടതില് മീനാക്ഷി ആ CMN, കാര്യം ഈ സിനിമയിൽ ഞാൻ കണ്ട 99% ഓഡിയൻസും ആ സീനിൽ ഈ കഴിഞ്ഞ ദിവസം ആളുടെ പേര് പറയല്ല, അദ്ദേഹം വരുന്ന എന്റെ മുന്നിൽ ഇരുന്ന് കരയുന്നുണ്ട്. അത്രയും ലെജൻഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ. ആ സീനിലെ ഏറ്റവും കൂടുതൽ ഹുക്ക് ചെയ്ത് അതെ. പിന്നെ ആ ചോദ്യത്തിന് ഉത്തരവുണ്ട്. ആ സീൻ ഇത്രയും നിങ്ങൾ മീഡിയാസിൽ ഇത്രയും നിങ്ങൾ സിനിമേനെയൊക്കെ കാണാൻ എനിക്കറിയാം, കുറച്ച് ക്രിഞ്ച് സാധനങ്ങൾ ക്രിഞ്ചായിട്ട് കാണുന്ന ആൾക്കാർ. അത്രയും നിങ്ങൾക്ക് ആ സിനിമയിൽ ആ സീക്വൻസ് ഫീൽ ചെയ്തിട്ട് അതിനെ ആ രീതിയിൽ റിവ്യൂസ് പറഞ്ഞാൽ പിന്നെ അതിന്റെ താഴത്തോട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാവുന്നുണ്ട്. അപ്പൊ അതിന്റെ മറുപടി നിങ്ങളിപ്പോ പറഞ്ഞു. അല്ലാതെ പറഞ്ഞില്ല, ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ ഞാനിപ്പോ ഈ പുള്ളി പറഞ്ഞ എല്ലാ കാര്യങ്ങളും മോശമാണെന്നോ എല്ലാം നല്ലതാണെന്നോ അല്ല, ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ്, അതൊക്കെ ഉള്ള കാര്യമാണ്. അപ്പോ സിനിമ പോസിറ്റീവ് സംഭവിച്ചാൽ പിന്നെ നമുക്ക് പോസിറ്റീവ് റിവ്യൂ കിട്ടി കഴിഞ്ഞാൽ സിനിമനെ ഏതൊക്കെ രീതിയിൽ മാർക്കറ്റ് ചെയ്യാനാണ് എല്ലാവരും ശ്രമിക്കുള്ളൂ. തീർച്ചയായിട്ടും ചിലപ്പോൾ ഞാൻ സീരിയസ്ലി ഇപ്പൊ പുള്ളി അത് ഭയങ്കര പോസിറ്റീവായിട്ട് പറഞ്ഞെങ്കിൽ ഞങ്ങളും കെട്ടിയിട്ട് തന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്കൊരു പരിധിക്കപ്പുറത്തേക്ക് കുറ്റം പറയാനുള്ള അർഹതയില്ല. പക്ഷേ ഞാൻ പറയുന്നത് റിവ്യൂ ചെയ്യുമ്പോൾ നമ്മള് പേഴ്സണലി ഒരാളെ വിഷമിപ്പിക്കാൻ അത് അത്രേ ഉള്ളൂ. അതായത് ഇപ്പോ ഒരു സാധനം ചെയ്തു, അത് ഈ രീതിയിൽ അഭിനയിച്ച് ശരിയല്ല, എനിക്ക് ആ സ്ഥലത്ത് കണക്ട് ചെയ്യില്ല. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇപ്പൊ പ്രിൻസ് ആൻഡ് ഫാമിലി 50 ദിവസം ഓടി, ഭയങ്കര മോശം റിവ്യൂ ആണ്. അത് എത്രയോ ലക്ഷം ആൾക്കാർ കണ്ടിട്ടായിരിക്കാം ആ സിനിമ ഹിറ്റ് ആയത്. അപ്പൊ ആ സിനിമയിൽ പോസിറ്റീവ് ഒന്നുമില്ലേ? ഞാൻ ചോദിക്കുന്നത് പോസിറ്റീവ് ഒന്നുമില്ലേ? പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാർ റിവ്യൂ ചെയ്യുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്ത പിന്നെ നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനോട് എനിക്ക് അത് ഒരാളുടെ പേരെടുത്തിട്ട് കളിയാക്കുന്ന രീതിയിലുള്ളതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, തിയേറ്ററിൽ 100 പേര് കൈയടിക്കില്ല, 80 പേര് അടിക്കില്ല, 20 പേരിൽ ഒരാളാണ് പുള്ളി. അപ്പൊ അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല, അയാളത് പറഞ്ഞു. പക്ഷെ ആരെയും പേഴ്സണലായിട്ട് ഹർട്ട് ചെയ്തില്ല. അതെ, ആ കൂടെ ഉള്ളവര് ചിരിച്ചാ പടം ബോസോടി അത്രേ ഉള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് ചിരി വന്നില്ല, അതുകൊണ്ട് ആ പടം പൊളിഞ്ഞിട്ടില്ല. ഇപ്പൊ നമ്മുടെ സിനിമയിൽ പുള്ളിക്ക് അത് കണക്ട് ആയിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് കണക്ട് ആയില്ല, അത് പുള്ളിയുടെ ഇഷ്ടമാണ് എല്ലാവർക്കും. പിന്നെ എന്റെ 2-3 സുഹൃത്തുക്കൾ വിളിച്ചാൽ എനിക്ക് അത്ര വർക്കാണ് സത്യം വർക്കൗട്ട് ആയില്ല. പക്ഷെ അതിന്റെ അപ്പുറത്ത് 100 പേര് നല്ല പറഞ്ഞു. ഞാനിപ്പോ 100 പേരെ അല്ലെ 97 പേരാണ് ഞാൻ നോക്കുന്നത്. ബാക്കി 3 പേരെ ഞാൻ നോക്കാനുള്ള സിനിമ കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെ ഇരുന്ന് കണ്ട് ഇതിന്റെ കുഴപ്പങ്ങൾ. ഇപ്പൊ ജോണിച്ചേട്ടൻ ചിലപ്പോൾ ഡയറക്ടറാണ്, ഇന്ന സ്ഥലത്ത് പാലിച്ചു വെച്ചിട്ട് നമ്മൾ മനസ്സിലായി. ഈ കറണ്ട് സിറ്റുവേഷനിൽ ഞാൻ അതിനെ ഒട്ടും ആലോചിക്കില്ല. പക്ഷെ ആരും പേഴ്സണലി ആയിട്ടായിരുന്നു. ഇപ്പൊ സാരിക ആയാലും അല്ലെങ്കിൽ മൂസി ആയാലും എന്നെ ആയാലും ക്യാമറ ആരായാലും ജോലിച്ചേർന്നല്ലായിരുന്നു പറയുന്ന രീതിയിൽ അതിനെ കളിയാക്കുമ്പോൾ അവർക്ക് തുടക്കം പിള്ളേരല്ലേ, അപ്പൊ അവർക്കത് പെട്ടെന്നൊരു ഇത് തോന്നും. അതിനോട് മാത്രം എനിക്ക് താല്പര്യം. പക്ഷെ നിങ്ങൾ പറഞ്ഞ ഉത്തരവുണ്ട്, മീനാക്ഷിയുടെ പെർഫോമൻസ് ഈ സിനിമയിൽ എല്ലാവരും എടുത്തു പറഞ്ഞാണ്, നിങ്ങൾ ഉൾപ്പെടെ. അപ്പൊ അതിനെ തന്നെ കളിയാക്കുന്ന ആളോട് പിന്നെ അതിന്റെ ബാക്കിലുള്ള എല്ലാ കാര്യങ്ങളും കളിയാക്കും. അത് അദ്ദേഹത്തിന്റെ രീതിയാണ്.